ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വീണ്ടും തെരുവ് നായ ആക്രമണം. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശശിക്കാണ് കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ കടിയേറ്റത്. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ. SNDP NSS ഐക്യം നല്ല കാര്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയും RSSുമായി ബന്ധമുള്ള വി ഡി സതീശനാണ് വർഗീയതയ്ക്ക് എതിരെ പറയുന്നതെന്നും MV ഗോവിന്ദൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വീണ്ടും തെരുവ് നായ ആക്രമണം. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശശിക്കാണ് കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ കടിയേറ്റത്. നേരത്തെ 15ഓളം പേരെ കടിച്ച നായ തന്നെയാണ് ശശിയെ കടിച്ചതെന്നാണ് പറയുന്നത്. നഗരസഭ ഭരണസമിതി നായശല്യം ഒഴിവാക്കാൻ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആരോപണം. ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശശിക്കാണ് കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ കടിയേറ്റത്. നേരത്തെ 15ഓളം പേരെ കടിച്ച നായ തന്നെയാണ് ശശിയെ കടിച്ചതെന്നാണ് പറയുന്നത്. ഇതോടെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ കടിയേറ്റവരുടെ എണ്ണം 20 കഴിഞ്ഞു. ഭയം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ തെരുവ് നായശല്യം രൂക്ഷമായിട്ടും നഗരസഭാ ഭരണസമിതി നായശല്യം ഒഴിവാക്കാൻ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആരോപണം. ഞാൻ ഒരാളായിട്ട് വർത്താനം പറഞ്ഞ സൈക്കിളിൽ കയറുന്ന ഓടി വന്ന് കടിച്ചത്. എവിടെ കടിച്ചത്? സ്റ്റാൻഡിൽ കാലുമ്മ. പ്രൈവറ്റ് സ്റ്റാൻഡ് കളിച്ചു. അത് ആ വെള്ളപ്പട്ടി തന്നെയായിരുന്നു. ആ വെള്ളപ്പട്ടി. ഏകദേശം എപ്പോഴാണ് കടിച്ചത്? ഒരു മണിക്കൂർ. ചേട്ടൻ്റെ വീട് കണ്ണമ്പുഴ. കടലിലേക്ക് പോയിരുന്നു. എന്നിട്ടിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തു. അതേസമയം തെരുവ് നായ ശല്യത്തെ തുടർന്ന് ജനം പൊറുതിമുട്ടുമ്പോൾ തന്നെ നഗരത്തിൽ തെരുവ് നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സംഘങ്ങളും നഗരത്തിൽ സജീവമാണ്. നഗരസഭയ്ക്ക് തൊട്ടടുത്ത് വാഹനത്തിലെത്തി കോഴിക്കാലുകൾ നൽകുന്നതും പതിവാണ്. ഇവരെ നിയന്ത്രിക്കാനും നഗരസഭയ്ക്കാകുന്നില്ല. മീഡിയ ടൈം, ചാലക്കുടി. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണെന്നും മന്ത്രി കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. സജി ചെറിയാന്റേത് വിദ്വേഷ പ്രസ്താവനയാണെന്നും വർഗീയത ആളിക്കത്തിക്കുന്നത് തലമുറകളോടുള്ള ക്രൂരതയാണെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം CPM നേതാവായ AK ബാലൻ്റെ പ്രസ്താവന, രണ്ടാമതിപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന. എത്ര ആപൽക്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ് ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞത് ശരിവയ്ക്കുകയാണ്. അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ അതേ വഴിയിലൂടെ CPM യാത്ര ചെയ്യുകയാണ്. അതിന് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ 2 പ്രസ്താവനകൾ നടന്നിട്ടുള്ളത്. ബാലൻ്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മന്ത്രിസഭയിലൊരു അംഗം ഇതുപോലെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല. ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത്! കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും. നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിണറായി വിജയനും വി ഡി സതീശനുമൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും, കുറേ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന്, അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം ഇത് വളരെ വേദനിപ്പിക്കുന്ന, നമ്മളെയെല്ലാം വിഷമിപ്പിക്കുന്ന പ്രസ്താവനകളാണ് ഉത്തരവാദികളായ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പം എന്താണ് ഇവരും സംഘപരിവാറും തമ്മിലുള്ള വ്യത്യാസം? ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇത് ചെയ്താൽ കേരളം എവിടെ എത്തിച്ചേരും എന്ന് തിരിച്ചറിയണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
SNDP NSS ഐക്യം നല്ല കാര്യമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമുദായ സംഘടനകൾ ഐക്യത്തോടെ പോകണം. ഐക്യം വ്യക്തിപരമാണെന്ന് കരുതുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയും RSSുമായി ബന്ധമുള്ള VD സതീശനാണ് വർഗീയതയ്ക്ക് എതിരെ പറയുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളിതിന് വ്യക്തിപരമായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ CPIM കേരളം പോലെയുള്ളൊരു വൈവിധ്യമാർന്ന സാമൂഹിക സാംസ്കാരിക ജീവിത പശ്ചാത്തലത്തിൽ എല്ലാവരും ചേർന്നു, ജാതി മത വിഭാഗങ്ങളെല്ലാം ചേർന്നു, എല്ലാം ഉള്ളതാണ് നാട്ടിൽ. അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക. വർഗീയതക്കെതിരായും രാജ്യം അഭിമുഖീകരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിൽ ഇവരുടെ എല്ലാം ഐക്യം എങ്ങനെയാണ് രൂപം കൊണ്ട് വരുന്നത് എന്ന കാര്യം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാവുള്ളൂ. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയായി ചേർന്നുകൊണ്ടാണല്ലോ ഈ വിരാടി പെട്ടുപോകേണ്ടത്. അതിന് ഇതുവരെ ഉറച്ച ഒരു ഉത്തരമായിട്ടില്ലല്ലോ. RSSകാരന്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ട? സ്വകാര്യ വ്യക്തി പൊതുകുളം നികത്തിയതായി പരാതി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിക്ക് വെടിക്കെട്ട് പാടത്തുള്ള പൊതുകുളമാണ് നികത്തിയത്. കുളം നികത്തിയതിനെ തുടർന്ന് വർഷക്കാലത്ത് മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ സമീപ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചാലക്കുടി പള്ളിക്കനാൽ റോഡിൽ നിന്നും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായുള്ള തോടിനോട് ചേർന്ന കുളമാണ് അനധികൃതമായി നികത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഈ കുളം. കുളത്തിൽ നിന്ന് മഴവെള്ളം തോട് വഴി പള്ളിത്തോട്ടിലേക്ക് ഒഴുകിപ്പോകും. പാടശേഖരമായിരുന്ന ഈ സ്ഥലം ഇപ്പോൾ മണ്ണടിച്ച് നികത്തിയിട്ടുണ്ട്. സ്ഥലം വൃത്തിയാക്കുന്നതിന്റെ മറവിലാണ് കുളം നികത്തിയിരിക്കുന്നത്. തോട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താനായി കോൺക്രീറ്റ് നടത്തുന്ന പ്രവർത്തികൾ ആരംഭിച്ചെങ്കിലും നാട്ടുകാർ ഇടപെട്ട് പ്രവർത്തികൾ നിർത്തിവെപ്പിച്ചു. ഇത് പാടശേഖരമാണ്. ഈ പാടശേഖരം നികത്തിയപ്പോഴും ഈ കുളം നികത്താനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ആരായാലും ഈ കുളം ഇവിടെ നികത്താൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഈ കുളം തുറക്കണം. ഇത് വില്ലേജിൽ പോയതിൻ്റെ രേഖകൾ കിട്ടും. ഈ കുളം മൂടാൻ ഈ പ്രദേശവാസികൾ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് കാരണമുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് ഇതിലെ പോകുന്ന എല്ലാ വെള്ളവും 2018 വെള്ളം വന്നപ്പോൾ പോലും ഈ പ്രദേശത്തെ ചില പ്രദേശങ്ങൾ ഒഴിവായി നിന്നത് ഈ കുളം ഇവിടെയുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഇതാരാ ഇത് ചെയ്തതെന്ന് വെച്ചാൽ പിന്മാറണമെന്നും ഈ കുളം തുറക്കണമെന്നും ഈ പ്രദേശവാസി എന്ന നിലയ്ക്ക് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. കുളം നികത്തിയതിനെ തുടർന്ന് വർഷക്കാലത്ത് മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ സമീപ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നമുക്ക് ഇവിടെ കൊല്ലങ്ങളായിട്ടുള്ള ഈ കുളമാണ്. ഇത് നികത്തിയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഈ വരുന്ന മഴക്കാലത്ത് നമ്മുടെ വീടുകളൊക്കെ വെള്ളം നിറയും. എൻ്റെ വീടായാലും ഈ ഏരിയ മൊത്തം ഈ പാടഭാഗത്തിൻ്റെ സൈഡിൽ താമസിക്കുന്ന എല്ലാ വീടുകളിലും ഇവിടെ വെള്ളം നിറയും. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലാവും. ഈ കുഴി പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാണ്ട് നമ്മൾ ഇതിന് എതിരായിട്ട് നിന്ന് എല്ലാവരും ഒന്നുചേർന്ന് നിൽക്കും. വിവരമറിഞ്ഞ നഗരസഭാ പ്രതിപക്ഷ കക്ഷി ലീഡർ ജിൽ ആന്റണി, വാർഡ് കൗൺസിലർ അൽഫോൺസ ചാക്കോ, CK വിൻസെന്റ് എന്നിവരും സ്ഥലത്തെത്തി. മണ്ണെടുത്തുമാറ്റി കുളം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടി. ഈ മാസം 30-ാം തീയതി വരെയാണ് ഇലക്ഷൻ കമ്മീഷൻ സമയം നീട്ടിയത്. 22-ാം തീയതി വരെയായിരുന്നു മുൻപ് അനുവദിച്ച സമയം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് സമയം നീട്ടി നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്ന് സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് സുപ്രീം കോടതി ഈ മാസം 30-ാം തീയതി വരെയാണ് ഇലക്ഷൻ കമ്മീഷൻ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. അർഹതപ്പെട്ടവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൗകര്യമൊരുക്കുന്നതിനായി ഈ പട്ടിക വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണം. നിലവിൽ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയം നീട്ടി നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള അവകാശം നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഈ നടപടികൾ അത്യാവശ്യമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ്. ഇതോടെ കേരളത്തിലെ SIRന് ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വൈകിയേക്കും. പട്ടികയിൽ നിന്ന് ഒഴിവായവർക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉന്നയിച്ചതോടെയാണ് സുപ്രീം കോടതി സമയം നീട്ടാൻ ഉത്തരവിട്ടത്. ഫെബ്രുവരി 21-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും 6 അടി നീളമുള്ള അണലിപ്പാമ്പിനെ പിടികൂടി.
പഴയ CI ഓഫീസിനുള്ളിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. മേശക്കടിയിൽ കിടന്നിരുന്ന പാമ്പിനെ പോലീസുകാരാണ് ആദ്യം കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് സംഘം പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. സാംബവ മഹാസഭ കൂടപ്പുഴ ശാഖ കുടുംബ സംഗമം നടന്നു. ജില്ലാ സെക്രട്ടറി PS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ വിൽസൺ പാണാട്ടുപറമ്പിൽ മുഖ്യാതിഥിയായി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം KR രാധാകൃഷ്ണൻ, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് മനോജ് കലിക്കക്കുന്ന, ചാലക്കുടി റോട്ടറി ക്ലബ് വൊക്കേഷണൽ എക്സലന്റ് അവാർഡ് നേടിയ ശാന്ത ജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം PK ശങ്കർദാസ്, ചാലക്കുടി യൂണിയൻ സെക്രട്ടറി VM സുബ്രൻ, കലാഭവൻ ജയൻ, KV അജി, PK സാജൻ, രാജേഷ് തറേപ്പറമ്പിൽ, PK സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മുരിങ്ങൂർ ജംഗ്ഷനിൽ മർച്ചന്റ് അസോസിയേഷൻ ഒരുക്കിയ പന്തലിൽ നിന്നും 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, തുടർന്ന് മേളം, ഗജപൂജ എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് മുരിങ്ങൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് പകൽപൂരം, പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം, കുടമാറ്റം, ദീപാരാധന, സൗഭാഗ്യദായിനി പൂജ എന്നിവയും നടന്നു. ചേലക്കര മേഖലയിൽ വീണ്ടും വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം തോണൂർക്കര പാറപ്പുറം ഭാഗത്ത് ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടം എത്തി. RRT സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പടക്കം പൊട്ടിച്ച ആനകളെ കാട്ടിലേക്ക് തുരത്തിയത്. വേനൽ ആരംഭിച്ചതോടെ വനത്തിനുള്ളിൽ വെള്ളത്തിനും ഭക്ഷണത്തിനും ക്ഷാമം നേരിടുന്നതുകൊണ്ടാണ് വന്യജീവികൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ കടന്നു വരാൻ കാരണമെന്ന് കരുതുന്നു. രാത്രികാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ അടക്കം കാട്ടാനകൾ ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണ്. വന്യജീവി ശല്യം തടയുന്നതിനായി ശാശ്വതമായി പ്രതിരോധ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാളവള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഫെബ്രുവരി 3 ഊട്ടുതിരുനാളും ഫെബ്രുവരി 8 ദർശന തിരുനാളും ആഘോഷിക്കും. ജനുവരി 24 മുതൽ നവനാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. ഫെബ്രുവരി 2 തിരുനാളിന് കൊടിയേറും. 3 ഊട്ടുതിരുനാൾ ആഘോഷ ദിനത്തിൽ 300 തിരുശേഷിപ്പുകളുടെ വണക്കം, ഊട്ടുനേർച്ച എന്നിവ നടക്കും. 4 പാരിഷ് ഫെസ്റ്റും 5 മതബോധന ഫെസ്റ്റും ആഘോഷിക്കും. 7 ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. ഫെബ്രുവരി 8 തിരുനാൾ ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നേതൃത്വം നൽകും. പത്രസമ്മേളനത്തിൽ ഫാദർ പോൾ തോമസ് കളത്തിൽ, വിൽഫ്രഡ് പുതുവന, ഡെന്നി ചക്കാലക്കൽ, LB തട്ടകത്ത്, തോമസ് ചക്കാലക്കൽ, ജോസ് ചക്കാലക്കൽ, ലിസി ജോയ് വടക്കൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വീണ്ടും തെരുവ് നായ ആക്രമണം. കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശശിക്കാണ് കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ കടിയേറ്റത്. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ. SNDP NSS ഐക്യം നല്ല കാര്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയും RSSുമായി ബന്ധമുള്ള VD സതീശനാണ് വർഗീയതയ്ക്ക് എതിരെ പറയുന്നതെന്നും MV ഗോവിന്ദൻ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.